1970-കളിൽ മലയാളികളെ ഒന്നടങ്കം പൊള്ളിച്ച നോവലാണ് അഗ്നിസാക്ഷി. കേവലം 150 പേജേ അഗ്നിസാക്ഷിക്കുള്ളൂ. 18 അധ്യായം. ലളിതാംബിക അന്തർജനം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു 30 അധ്യായത്തിൽ തീർക്കാൻ വേണ്ടി തുടങ്ങി 18-ൽ അവസാനിപ്പിച്ചു എന്ന്. നോവലിൻ്റെ രണ്ടാം ഭാഗത്തിലാകെ 3 അധ്യായമേ ഉള്ളൂ. നമ്മളൊക്കെ നോവൽ വായിച്ചതാണ്. ഈ ഒരു വേദിയിൽ ഞാനടക്കം ഇവിടെ ഇരിക്കുന്നത് രാജേന്ദ്രൻ നമ്പൂതിരിയെ കൂടി കേൾക്കാനാണ്. ലളിതാംബിക അന്തർജനത്തിൻ്റെ ഏറ്റവും ഇളയ മകൻ. ഇന്ന് രാജേന്ദ്രൻ എന്നോട് കുറച്ച് മുമ്പ് പറഞ്ഞൊരു കാര്യം, അഗ്നിസാക്ഷി ഉൾപ്പെടെയുള്ള ലളിതാംബിക അന്തർജനത്തിൻ്റെ പുസ്തകങ്ങൾക്ക് കിട്ടുന്ന റോയൽറ്റിയിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഞാൻ ചെയ്യുന്നത് +1 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. എനിക്ക് വലിയ അത്ഭുതം തോന്നി. പല എഴുത്തുകാരും അവാർഡ് കൊടുക്കാനോ സ്മാരകങ്ങൾ പണിയാനോ തുക ചെലവിടുമ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആ തുക നീക്കി വെച്ചു എന്ന് പറയുമ്പോൾ അതൊരു ധർമ്മത്തിൻ്റെ പാതയാണ്. അഗ്നിസാക്ഷി എഴുതി അപ്പോൾ ലളിതാംബികയ്ക്ക് തോന്നിയ ആ തോന്നൽ നമുക്കൊക്കെ തോന്നിയിട്ടുണ്ട്. ഒരു അക്രൂരതയിൽ ഊന്നി നിന്നുകൊണ്ടാണ് ലളിതാംബിക അന്തർജനം അഗ്നിസാക്ഷി എഴുതിയത്. ആരെയും നോവിക്കരുത് എന്നൊക്കെ വിചാരിച്ച് എഴുതിയൊരു നോവലാണ്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറേ കാലം ഞാൻ ഇത് എഴുതുന്നത് ശരിയല്ല എന്ന് വിചാരിച്ച് മാറി നിന്നു. 3 ഘട്ടമായിട്ടാണ് ആ നോവൽ എഴുതി പൂർത്തിയാക്കിയത് എന്ന് പറഞ്ഞു. 3 ഘട്ടമായിട്ട് എഴുതി പൂർത്തിയാക്കിയിട്ടും 153 പേജ് ആ നോവലിനുള്ളൂ. 1976 ആദ്യ എഡിഷൻ NBS ഇറക്കുമ്പോൾ 5.5 രൂപയാണ് ആ പുസ്തകത്തിൻ്റെ വില. ആ പുസ്തകം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അഗ്നിസാക്ഷിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം, സ്നേഹമെന്നുള്ളത് ആത്യന്തികമായിട്ട് ഭക്തിയാണോ അതാണോ അഗ്നിസാക്ഷിയിലൂടെ ലളിതാംബിക ലക്ഷ്യമാക്കിയത് എന്നാണ്. ഒരുപാട് കഥകളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും നോവൽ അഗ്നിസാക്ഷിയാണ് നമ്മൾ ലളിതാംബികയെക്കുറിച്ച് അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് എനിക്ക് ഇവിടെ ചോദിക്കാനുള്ള ഒന്ന്, അഗ്നിസാക്ഷിക്ക് വീണ്ടും ഒരു സ്ത്രീപക്ഷ വായന സാധ്യമാണോ? അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ ഫെമിനിസ്റ്റ് നോവലാണോ? ജിസ ജോസ് നമ്മുടെ ഒപ്പമുണ്ട്, അധ്യാപികയാണ്, നോവലിസ്റ്റാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കേൾക്കാൻ നിങ്ങളോടൊപ്പം ഞാനും കേൾക്കുകയാണ്. രാജേന്ദ്രൻ നമ്പൂതിരിയോട് ചോദിക്കുന്നൊരു കാര്യം, ബ്രാഹ്മണിക്കൽ ഹെജിമണിയെക്കുറിച്ചൊക്കെ ഏറെ ഒച്ച വയ്ക്കുന്ന ഇക്കാലത്ത് ഈ അക്രൂരത എന്നുള്ളത് ഈ ബ്രാഹ്മണിക്കൽ സൊസൈറ്റിയിൽ ഇന്നും ഉണ്ടോ? ആ അക്രൂരതയാണോ ആരെയും നോവിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പറയാൻ, ഒരു നോവലിനെ ഒതുക്കി പറയാൻ എനിക്ക് സാധിക്കില്ല. അത്രയും ഒതുക്കത്തിൽ 150 പേജിൽ നിങ്ങളെ കരയിക്കാൻ പറ്റൂല. അങ്ങനെ പറയാൻ സാധിക്കുന്നത് ഈ ബ്രാഹ്മണിക്കൽ സമൂഹത്തിൻ്റെ, ബ്രാഹ്മണ സമൂഹത്തിൻ്റെ അക്രൂരതയാണോ? നമ്മൾ പറയും ഇല്ലത്തെ ആത്മാമാരുടെ സങ്കടമാണ്, തേതിക്കുട്ടിയുടെ സങ്കടമാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ആ സങ്കടം എന്നുള്ളത് ഈ അക്രൂരതയിൽ നിന്നുണ്ടായതാണോ? രാജേന്ദ്രൻ നമ്പൂതിരി നമ്മോട് സംസാരിക്കും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് നമ്മുടെ അഗ്നിസാക്ഷി എന്നുള്ള നോവൽ 1975 മാതൃഭൂമിയിൽ സീരിയലൈസ് ചെയ്തതും 76 പുസ്തകമാക്കുകയും ചെയ്തതാണ്. 76 പുസ്തകമാക്കുകയും ചെയ്തതാണ്. അങ്ങനെ വരുമ്പോൾ അഗ്നിസാക്ഷി എഴുതിയിട്ട് 50 വർഷങ്ങൾ കഴിഞ്ഞു. അതാണ് 50 അരനൂറ്റാണ്ട് അഗ്നിസാക്ഷിയുടെ എന്നുള്ള ഒരു സംരംഭം നമ്മളിപ്പോൾ ഇവിടെ തുടങ്ങാൻ കാരണം. പെട്ടെന്ന് ഞാൻ അഗ്നിസാക്ഷിയുടെ ഒരു ചുരുക്കം പറഞ്ഞു തരാം. പഴയ നമ്പൂതിരിമാരുടെ സിസ്റ്റം അനുസരിച്ച് 19-ാം നൂറ്റാണ്ടിൻ്റെയും 20-ാം നൂറ്റാണ്ടിൻ്റെയും ഏകദേശം അവസാനം വരെ, അല്ലെ പകുതി വരെ, നമ്പൂതിരിമാരിൽ മൂത്തയാൾ സ്വയജാതിയിൽ നിന്ന് വേളി കഴിക്കില്ല. ബാക്കിയുള്ളവരെല്ലാം താഴത്തെ സ്വജാതിയിൽ നിന്നല്ലാതെ സംബന്ധം കഴിക്കുകയാണ് പതിവ്. അത് ഏകദേശം
1925-30 കാലഘട്ടങ്ങളിൽ അത് ഇല്ലാണ്ടായി. എൻ്റെ അച്ഛൻ്റെ തലമുറയോടുകൂടി ആ കാലഘട്ടം അവസാനിച്ചു. ഇത് ആ സമയത്ത് പ്രായമായ ആൾക്കാരെക്കുറിച്ചുള്ള സംഭവമാണ് അഗ്നിസാക്ഷിയിൽ പരാമർശിക്കുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ മൂത്ത നമ്പൂതിരി അയാൾ മാത്രമേ വെളിയഴിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളവർ സംബന്ധമാണ്. അപ്പോൾ ആ കഥകളിലെ സംബന്ധത്തിലെ ഒരു കുട്ടി തങ്കം ജി നായർ എന്ന് പറയുന്ന ആ കുട്ടിയുടെ ഓർമ്മകളായിട്ടാണ് അഗ്നിസാക്ഷി തുടങ്ങുന്നത്. അവരുടെ ഓർമ്മകളിലെ 15 അധ്യായവും അടുത്ത ദേവി ബഹൻ്റെ ഓർമ്മകളിലെ 15 അധ്യായവും ആയിട്ട് വലിയൊരു നോവൽ എഴുതണം എന്നായിരുന്നു അമ്മയുടെ ധാരണ. അത് നടന്നില്ല. തങ്കം നായരുടെ 15 അധ്യായം കഴിഞ്ഞിട്ട് ദേവി ബഹൻ്റെ 3 അധ്യായം കഴിഞ്ഞപ്പോൾ അമ്മ പെട്ടെന്ന് നോവൽ നിർത്തി. എങ്കിലും ആ നോവൽ വളരെ നല്ലപോലെ നിർത്തി എന്ന് പറഞ്ഞ് പലരുടെയും അഭിപ്രായം വന്നിട്ടുണ്ട്. അത് വളരെയധികം ആളുകൾ വായിക്കുന്നുണ്ട്. സ്കൂൾ ടെസ്റ്റായി. അങ്ങനെയാണ് ആ കഥ. അപ്പോൾ അതിലെ ഹീറോയിൻ എന്ന് പറയുന്ന സ്ത്രീ ദേവകി എന്നുള്ള പേര്, അതിൻ്റെ ഷോർട്ട് ഫോം തേതി എന്നാണ്. പാർവതിയുടെ ഷോർട്ട് ഫോം പാപ്പി എന്നാണ്. സാവിത്രിയുടെ ഷോർട്ട് ഫോം താത്രി എന്നാണ്. എന്നപോലെ ദേവകിയുടെ ഷോർട്ട് ഫോം തേതി എന്നാണ്. തേതി എന്ന് പറഞ്ഞ ആ സ്ത്രീ ഈ വലിയ ഇല്ലത്തെ വേളി കഴിച്ചു കൊണ്ടുവരുന്നു. അവർ തേതിക്കുട്ടിയായി. പിന്നീട് ആ ഇല്ലത്തെ വേളി കഴിച്ച ഭർത്താവ് കുറച്ച് ദീക്ഷകളും വ്രതങ്ങളും ഒക്കെ ആയിട്ട് കുറേ കാലഘട്ടങ്ങൾ അയാൾക്ക് കഴിയേണ്ടി വന്നു. അയാളുടെ ചെറിയമ്മ മരിച്ചപ്പോൾ 1 വർഷത്തേക്ക് അയാൾക്ക് ദീക്ഷ എടുത്തു. അതിനിടയ്ക്ക് തേതിക്കുട്ടിയുടെ ഒരു ബ്രദറ് സ്വാതന്ത്ര്യ സമരത്തിലും സോഷ്യൽ സമരത്തിലുമൊക്കെ ഇറങ്ങി ജയിലിൽ പോയി. ജയിലിൽ പോയി അയാളെ സമൂഹ പ്രശ്നനാക്കി. ആ വീട്ടിലേക്ക് തിരിച്ച് ദേവിക്കുട്ടിയെ അയക്കില്ല എന്ന് ഇവിടുത്തെ അപ്പൻ നമ്പൂതിരി പറയുകയും അത് ധിക്കരിച്ച് ഇവർ ആ വീട്ടിലേക്ക് അവരുടെ അമ്മ മരിച്ചപ്പോൾ കാണാൻ പോവുകയും ചെയ്തു. തിരിച്ചു വരരുത് എന്ന് ഒരു ഓർഡർ കൊടുത്തുകൊണ്ട് അവർക്ക് തിരിച്ചു വരാനും പറ്റിയില്ല. എങ്കിൽ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം എന്ന് കല്യാണം കഴിച്ച വേളി കഴിച്ച അദ്ദേഹത്തിന് ഉണ്ണി നമ്പൂതിരിക്ക് തോന്നിയില്ല. അങ്ങനെയാണ് അവർ സെപ്പറേഷൻ ആവുന്നു. 1.5 വേളി കഴിച്ച് 1.5-2 വർഷത്തിലേക്ക് സെപ്പറേഷൻ ആവുന്നു. അപ്പോൾ സെപ്പറേഷനായിട്ട് സ്വന്തം ഭവനത്തിലേക്ക് പോയ തേതിക്കുട്ടി പിന്നീട് പതുക്കെ സാമൂഹിക പ്രവർത്തനത്തിൽ ഇറങ്ങി ദേവകി ബഹനാകുന്നു. പിന്നെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കയറുന്നു. ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ആശ്രമം ഉണ്ടാക്കുന്നു. ആ ആശ്രമത്തിലെ ഒരു എക്സ്ട്രീമിസ്റ്റ് വന്ന് താമസിച്ചു ഇവരെ പറ്റിച്ച് അയാളെ പോലീസ് അവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കുറച്ച് എക്സ്പ്ലോസീവ് ഒക്കെ അവിടുന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവർക്കും ചീത്തപ്പേരായി. ഇവരങ്ങനെ ആശ്രമം വിടേണ്ടി വന്നു. ആശ്രമം വിട്ട് അവർ പതുക്കെ ഹിമാലയത്തിൽ പോയി പതുക്കെ വേറൊരു ആശ്രമം അവിടെ സ്ഥാപിച്ച് സുമിത്രാനന്ദ ദേവിയായിട്ട് താമസിക്കുകയാണ്. അപ്പോൾ അവരുടെ 3-4 ജന്മം പോലെയാണ് സംഭവം. തേതിക്കുട്ടി, ദേവി ബഹൻ ആൻഡ് സുമിത്രാനന്ദ ദേവി. അപ്പോൾ അവരുടെ ചിന്തകൾ ഈ കുട്ടി, അതായത് അവരുടെ ഭർത്താവിൻ്റെ അപ്പൻ്റെ മകള് തങ്കം നായർ എന്ന് പറയുന്ന ആ കുട്ടിയുടെ ബോധോദയത്തിൽ വരുന്ന ഒരു ഇതാണ് ആ കഥ പറയുന്നത്. ആ കഥയിൽ ഇങ്ങനെ പലപ്പോഴും ഇവർ തമ്മിൽ എന്തുകൊണ്ട് വഴക്കുണ്ടാക്കി നിൽക്കുന്നു, എന്തുകൊണ്ട് അവർ തമ്മിൽ ചേരുന്നില്ല എന്ന് തങ്കം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയും, ഭർത്താവ് പറയും, ഉണ്ണി നമ്പൂതിരി പറയും, ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നുമില്ല, പക്ഷേ എനിക്ക് ഈ സമുദായത്തിൻ്റേതായ ചില ഒരുപാട് ചിട്ടകളുണ്ട്. സംഭവം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യമാണെന്ന് ധരിക്കണം. അന്ന് സമുദായത്തിൻ്റേതായ ഒരുപാട് ചട്ടവട്ടങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തോട് അല്ലെങ്കിൽ എൻ്റെ വിവാഹം കഴിച്ച അഗ്നിസാക്ഷിയായിട്ട് വിവാഹം കഴിച്ച ദേവകിയോട് എനിക്ക് കടമകൾ നിറവേറ്റാൻ പറ്റുന്നില്ല. അതെൻ്റെ കുഴപ്പമാണ്, പക്ഷേ അതെനിക്ക് നിവൃത്തിയില്ല എന്ന് പറയുന്നു. അത് ഏകദേശം ഒരു വഴിയിൽ സെറ്റിലാവാൻ പോകുമ്പോഴാണ് ഈ കുട്ടിയുടെ, അതായത് ഇയാളുടെ അളിയനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്നതും അയാളെ ഭ്രഷ്ടനാക്കുന്നതും ഒക്കെ ആവുന്ന അങ്ങനെ ഒരു ഘട്ടമാണ്. അപ്പോഴാണ് ഇവിടുന്ന് തീട്ടൂരം വന്നത്. ഇവർ സ്വന്തം ഇല്ലത്തേക്ക് പോകാൻ സമ്മതിക്കില്ല, പോയി കഴിഞ്ഞാൽ തിരിച്ചു വരരുത് എന്നുള്ള ഓർഡർ വരുന്നതും. അപ്പോൾ അമ്മ മരിച്ചപ്പോഴവർക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അവർ സ്വയം ഇറങ്ങിപ്പോവുകയും അവരുടെ ഭർത്താവായ ഉണ്ണി, അദ്ദേഹം നല്ല മനുഷ്യരാണെങ്കിലും ഭയങ്കര വീക്ക്നെസ് കാരണം അയക്കപ്പോൾ എതിർക്കാൻ പറ്റിയില്ല സ്വന്തം അപ്പനെ. അപ്പൻ നിങ്ങൾ ഇവിടുന്ന് പോയാൽ ഇനി തിരിച്ചു വരുമുണ്ടാവില്ല എന്ന് ദേവകിക്കുട്ടിയോട് പറഞ്ഞപ്പോൾ ഈ ഭർത്താവ് അതിൽ ഇടപെട്ട് പോലുമില്ല. അദ്ദേഹം നല്ല മനുഷ്യനാണ്, ത്രൂ ഔട്ട് അയാൾ നല്ല മനുഷ്യനായിട്ട് കാണിക്കുന്നത്.
ആ സിനിമ കണ്ടവർക്ക് ചിലർക്ക് പോലും ഓർമ്മ വരും. നല്ലൊരു മനുഷ്യനാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ അയാൾ ഇടപെട്ടില്ല. ചുരുക്കത്തിൽ അയാൾക്കൊരു നല്ല ഭർത്താവാൻ പറ്റിയില്ല. ഒരു നല്ല മനുഷ്യരായിട്ടോ നല്ല ഒരു ബ്രാഹ്മണനായിട്ടോ കഴിയാൻ അയാൾക്ക് പറ്റുകയുള്ളൂ. അങ്ങനെയാണ് ഈ സംഭവത്തിൽ ഈ സ്ത്രീ, അതായത് അഗ്നിസാക്ഷിയായിട്ട് ഭാഗം കഴിച്ചുകൊണ്ട് വന്ന ദേവകി ബഹൻ അല്ലെങ്കിൽ ദേദിക്കുട്ടി പതുക്കെ ഒരു സന്യാസി ജീവിതത്തിലോട്ട് പോകുന്നു. അവിടെ വച്ച് ഈ തങ്കംജി നായർ കാണുന്നതും ആയിട്ടുള്ള ഇതാണ് ഇതിൻ്റെ സ്റ്റോറിയുടെ ബാക്ക്ഗ്രൗണ്ട്. 1962 അമ്മ ഒരു ഹിമാലയ സന്ദർശനം നടത്തിയായിരുന്നു. നടന്ന സംഭവമാണത്. അമ്മ 62 ഋഷികേശിൽ നദീതീരത്തോ മറ്റോ നിൽക്കുമ്പോൾ ഇതുപോലെ പരിചയമുള്ള ഒരു മുഖം ഒരു സ്ത്രീയെ കണ്ടു, വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് അവരോട് പല കാര്യങ്ങളും ചോദിച്ചപ്പോഴാണ് 25 വർഷം മുമ്പ് കണ്ട ഒരു സ്ത്രീ ആണെന്ന് നിങ്ങളെ തോന്നുന്നല്ലോ, അവർ തന്നെയാണോ ഇത്? ദേവകി ബഹൻ എന്നല്ല പേര്, വേറെയാണ് പേര്. ആ സ്ത്രീ തന്നെയാണോ? നാട് വിട്ടുപോയ ആ സന്യാസിനിയാണോ നിങ്ങൾ ചോദിച്ചു. അപ്പോൾ ആ സന്യാസിനിക്ക് സ്വല്പം ദേഷ്യം വരികയും കയ്യിലിരുന്ന പാത്രങ്ങൾ കമണ്ടലും ഒക്കെ എടുത്തുകൊണ്ട് അവർ പതുക്കെ നദീതീരത്തേക്ക് മാറി, എന്നോട് ഇനി കാണണ്ട, നമ്മൾ തമ്മിൽ കാണണ്ട എന്ന് പറഞ്ഞ് അവർ ഡിസപ്പിയർ ചെയ്യുകയാണ്. ആ ബീജം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അമ്മ ഈ നോവൽ വികസിപ്പിച്ചെടുത്തത്. ഇതിലെ ഒരുപാട് കാര്യങ്ങൾ നടന്ന സംഭവങ്ങളല്ല, പക്ഷേ അതിൻ്റെ സ്റ്റോറി ഇവരെ അവിടെ വച്ച് കണ്ടതും അതിൻ്റെ ഇതുമായിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഈ രണ്ട് തലങ്ങൾ, അതായത് ഉണ്ണി നമ്പൂതിരിയുടെ വിധി, ഇവരുടെ വിധി, അത് രണ്ടും തമ്മിലുള്ള ക്ലാഷിൽ അവരുടെ മാരേജ് ഇല്ലാണ്ടാവുന്നു. അവസാനം അവർ പോയി സന്യാസാശ്രമം സ്വീകരിച്ച് ഇടയ്ക്കുന്നു. അതിനിടയ്ക്ക് ഉള്ള ഈ തങ്കം ജി നായർ എന്ന് പറഞ്ഞാൽ അപ്പൻ നമ്പൂതിരിയുടെ നായർ സ്ത്രീയിലുണ്ടായ കുട്ടിയാണ്. അന്നത്തെ സിസ്റ്റം അനുസരിച്ച് അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവരുടെ ഇതിൽ നിന്ന് ബോധധാരയിൽ നിന്ന് വരുന്ന ഇതിലായിട്ടാണ് തീരുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളതാണ് ഇത് മനസ്സിലാക്കേണ്ടത് സ്റ്റോറി. അതിനകത്ത് വില്ലന്മാരില്ലാത്ത ഈ അപ്പൻ നമ്പൂതിരി പോലും വില്ലനാണെന്ന് നമുക്ക് ഇടയ്ക്ക് തോന്നും. പക്ഷേ ഇടയ്ക്ക് അയാൾ പറയുന്നുണ്ട്, പാവം കുട്ടി കഷ്ടപ്പെടുകയാണല്ലോ എന്നൊക്കെ അയാളുടെ ബോധധാരയിൽ ചില ഭാവങ്ങൾ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വില്ലന്മാരില്ലാത്ത എല്ലാവരും നല്ല, പക്ഷെ ചിലർ സ്വഭാവം വീക്ക് ആയതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ ആദ്യത്തെ ഭാഗം. അഗ്നിസാക്ഷി ഒരു തീരാത്ത നടത്തമാണെന്ന് പേരമകൾ തനുജ ഭട്ടതിരി എഴുതിയിട്ടുണ്ടിരിക്കാം. എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊരു ഋജുരേഖയിലുള്ള നടത്തമല്ല, ഒരു വർത്തുളാകൃതിയിലുള്ള നടത്താണ്. സ്നേഹത്തിൽ നിന്ന് ഭക്തിയിലേക്കാണ് എല്ലാവരും അവിടെ എത്തുന്നത്. ആ നോവലിൽ തന്നെ പറയുന്ന വേറൊരു കാര്യം, സ്ത്രീ എന്നുള്ളത് പെറ്റുകൂട്ടാനുള്ളൊരു യന്ത്രമല്ല എന്നാണ്. ഇത് രണ്ടും വെച്ചിട്ട് ഈ സ്നേഹം, ഭക്തി, മറ്റൊന്ന് ദാമ്പത്യം, ഇത് വെച്ചിട്ട് ജിസ അതിനെക്കുറിച്ചിട്ട് എങ്ങനെയാണ് കാണുന്നത്? നമസ്കാരം. മലയാളത്തിലെ ശക്തമായ ഒരു ഫെമിനിസ്റ്റ് നോവൽ തന്നെയാണ്, ഒരു സ്ത്രീപക്ഷ നോവലാണ് അഗ്നിസാക്ഷി എന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. അതിൽ അതേ ലളിതാംബിക അന്തർജനം നോവൽ എഴുത്ത് എന്ന പ്രക്രിയയെക്കുറിച്ചും പറയുന്നുണ്ട്. വളരെ നിസ്സഹായമായിട്ട് എന്നുവെച്ചാൽ ഒരു സ്ത്രീ എന്തുകൊണ്ട് 67ാമത്തെ വയസ്സിലാണ് അവർ നോവൽ എഴുതുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും വൈകിപ്പോയി എന്നതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. എൻ്റെ ഉള്ളിലും ഒരു ദ്വന്ദ്വമുണ്ട്. 2 വേഷങ്ങൾ ആടിത്തിമർക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ നിസ്സഹായത ഞാൻ അനുഭവിക്കുന്നു. അപ്പോൾ നോവലെഴുത്ത് എന്ന് പറയുന്നത് വളരെയധികം സമയം ആവശ്യമുള്ളതാണ്, ഒരുപാട് ഏകാഗ്രമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അത്രയും സമയം എനിക്കില്ലാത്തത് കൊണ്ട് എനിക്ക് ചെറിയ നുള്ളുനുറുങ്ങുകൾ മാത്രമാണ് എഴുതാൻ സാധിച്ചത്. നോവൽ എഴുത്ത് അസാധ്യം എന്ന രീതിയിലായിരുന്നു ഞാൻ കണ്ടിരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചില ബാഹ്യ സമ്മർദ്ദങ്ങൾ കൊണ്ടും ആ 67ാമത്തെ വയസ്സിൽ ഒരുപക്ഷെ അവർക്ക് കിട്ടിയ കുറച്ചും കൂടി സമയം, ഏകാഗ്രത, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടുമാവാം അഗ്നിസാക്ഷി പോലൊരു നോവൽ സംഭവിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അഗ്നിസാക്ഷി ശരിക്കും സ്ത്രീകളുടെ ഒരു വിമോചന സ്വപ്നം തന്നെയാണ്. അതൊരു പ്രത്യേക സമുദായത്തിലെ സ്ത്രീകളുടേത് മാത്രമല്ല. എനിക്ക് തോന്നുന്നത് 70കളിൽ ആ നോവൽ എഴുതുമ്പോൾ നമ്പൂതിരി സമുദായമൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞു. പക്ഷേ അദ്ദേഹം ലളിതാംബിക അന്തർജനം അതിൻ്റെ കഥ, അതിൻ്റെ പ്രമേയം കൊണ്ടുപോയി സ്ഥാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തുടങ്ങുന്നത് പഴയ കാലത്തു നിന്നാണ്. ഇപ്പോൾ ഉണ്ണി നമ്പൂതിരി മാസിക, അതുപോലെ അന്തർജന സമാജം, യോഗക്ഷേമ സഭ, BT പ്രേംജി, MRB അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സമുദായ പരിഷ്കർത്താക്കളുടെ ശ്രമം
അങ്ങനെ ഒരു വളരെ പുരോഗമനോന്മുഖമായ മാറ്റങ്ങൾ നമ്പൂതിരി സമുദായത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ നോവലിൻ്റെ കഥ ആരംഭിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ തേദിയെപ്പോലെ ഒരു സ്ത്രീക്ക്, ഉത്കർഷേച്ഛയുള്ള പുരോഗമനോന്മുഖമായ ചിന്തകളുള്ള ഒരു സ്ത്രീക്ക് വെറും ഒരു ഭാര്യയായിട്ട് അടങ്ങിയിരിക്കാനാവില്ല. അപ്പോൾ അവളുടെ ഉള്ളിലെ തീവ്രമായിട്ടുള്ള ഒരു വിമോചന സ്വപ്നം അത് എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്. ഈ നോവലിൽ ആവർത്തിച്ചു വരുന്ന ഒരു കാര്യമാണ്, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലുത്, വ്യക്തി സ്വാതന്ത്ര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം പോലും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് നോവലിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വ്യക്തിയുടെ സ്വാതന്ത്ര്യം, അതേപോലെ തേദി വേറൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഞാനൊരു ആണായിരുന്നെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും എല്ലാ ഭാര്യമാർക്കും സ്വാതന്ത്ര്യം കൊടുത്തേനെ, അതിനുശേഷം മാത്രമേ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആലോചിക്കൂ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. അത് ഏറ്റവും ഹനിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം വിലക്കപ്പെട്ടിരുന്ന ഒരു സമുദായമാണ് നമ്പൂതിരി സമുദായം. അപ്പോൾ അതിനുള്ളിൽ നിന്ന് ഒരു സ്ത്രീ അവളുടെ ഉള്ളിലുള്ള സംഘർഷങ്ങൾ, അവളുടെ ഉള്ളിലുള്ള വിമോചന സങ്കല്പങ്ങൾ തുറന്നു കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ എല്ലാ കാലത്തും പ്രസക്തിയുള്ള ഒരു നോവലാണ്, രചനയാണ് അഗ്നിസാക്ഷി എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ ഈ നോവൽ എനിക്ക് തോന്നുന്നത് സ്ത്രീകൾക്ക് സാധ്യമായിട്ടുള്ള പുതിയ മേഖലകൾ, വീടിൻ്റെ അകത്തളം, അതിൻ്റെ പരിമിതികൾ, അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്നാൽ സ്ത്രീകൾക്ക് എന്തൊക്കെ സാധ്യതകളുണ്ട് എന്നുകൂടി സങ്കല്പിക്കുന്നുണ്ട്. അപ്പം സ്ത്രീകൾക്ക് ഇടപെടാനുള്ള, പെരുമാറാനുള്ള, അവൾക്ക് അർത്ഥവത്തായ സംഭാവനകൾ നൽകാൻ പറ്റുന്ന പുതിയ മേഖലകളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും കൂടി, അല്ലെങ്കിൽ അത്തരം വഴികൾ കൂടി ഈ നോവൽ തുറന്നു കാണിക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഈ നോവൽ ആദ്യം വീടിനുള്ളിൽ ഒതുങ്ങുന്ന തേദി എന്ന സ്ത്രീ, നോവലിന് 4 ഭാവങ്ങളുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദ്യം വെറും ഭാര്യയായിട്ട് വരുന്ന, വളരെ ആചാരബദ്ധമായ ഒരു കുടുംബത്തിലേക്ക് വരുന്ന സ്ത്രീ, അവിടെ അവൾക്ക് ഭർത്താവിൻ്റെ സ്നേഹവും പരിഗണനയും കരുതലും ഒക്കെയാണ് ആവശ്യം. അത് കിട്ടാതെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ അത് വളരെ അസംതൃപ്തി ആവുന്നുണ്ട് അവൾ. പിന്നീട് സമുദായത്തിൻ്റെ സമുദായ പരിഷ്കരണം എന്നുള്ള വിശാലമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് അതിനുവേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നു. ദേവകി മാനമ്പള്ളി എന്ന അവളുടെ പേരും മാറുന്നു. അതിനുശേഷം രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം, അത്തരമൊരു ലക്ഷ്യത്തിലേക്ക് മാറുന്നു. ഏറ്റവും ഒടുവിൽ ആത്മീയതയിലേക്ക് തിരിച്ചു വരുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നോവൽ ഒരു ചാക്രിക ഗതിയാണെന്ന് തോന്നുന്നു, ഒരു വൃത്തം ഒപ്പിക്കുകയാണ് ചെയ്തത്. എന്താണോ അവൾ ആദ്യം കുടഞ്ഞു കളയാൻ ശ്രമിച്ചത്, അതിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ലളിതാംബിക അന്തർജനം തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഒരു അനുരഞ്ജനത്തിൻ്റെ വഴി പലപ്പോഴും എനിക്ക് സ്വീകരിക്കേണ്ടി വന്നു എന്ന് അവർ എഴുത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കുടുംബത്തിൻ്റെ ഒരു ഇഴ പോലും പൊട്ടിച്ചെറിയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്, അത് സങ്കടകരവുമാണ് എന്ന് കഥകളെക്കുറിച്ച് പറയുമ്പോൾ, കഥകളിലൊക്കെ ഒരു അനുരഞ്ജനം, സമവായം, സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട് അവിടെ, അല്ലെങ്കിൽ അത്ര സ്വപ്നങ്ങളുണ്ട്. പക്ഷേ കുടുംബം, അതിൻ്റെ കെട്ടുറപ്പ്, അതിലൂന്നി നിന്നുകൊണ്ട്, അതിൽ ഉറച്ചു നിന്നുകൊണ്ട് മാത്രം എത്രത്തോളം അത് അനുവദിക്കുന്നുവോ, കുടുംബം അനുവദിക്കുന്നുവോ അത്രത്തോളം മാത്രം എന്നുള്ളൊരു ചെറിയൊരു പരിമിതി പലപ്പോഴും കഥകളിൽ തോന്നിയിട്ടുണ്ട്. പല കഥകളിൽ ആശ്വാസ്യമോ എന്നുള്ളൊരു കഥയിൽ അവർ പറയുന്നുണ്ട്, കുടുംബത്തിൻ്റെ ഒരു ഇഴ പോലും പൊട്ടിച്ച് കളയാൻ പ്രയാസമാണ്, സങ്കടമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞ ലളിതാംബിക അന്തർജനം അഗ്നിസാക്ഷിയിലെത്തുമ്പോൾ കുടുംബം എന്ന് പറയുന്ന മൊത്തമായിട്ട് അതിനെ വലിച്ചു തകർക്കുകയാണ് ചെയ്യുന്നത്, വലിച്ചു പൊട്ടിക്കുകയാണ്, എല്ലാ ഇഴകളും പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്ത് തന്നെ ആയാലും എനിക്ക് തോന്നുന്നു ആ ഒരു കാലം, അതേപോലെ നമ്മുടെ ദേശീയ പ്രസ്ഥാനം സൃഷ്ടിച്ചെടുത്ത വളരെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, അതിൻ്റെയൊക്കെ പശ്ചാത്തലം കൂടി ആയിരിക്കാം ലളിതാംബിക അന്തർജനത്തിന് ദേവകി അല്ലെങ്കിൽ തേദിയെ ഈ രീതിയിൽ കുടുംബത്തിന് പുറത്തേക്ക് വളർത്താൻ സാധിച്ചതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്ന ഒരു കാലത്ത് നമ്മുടെ ഫെമിനിസവും അങ്ങനെയുള്ള ആശയങ്ങളും ഒന്നും, കുടുംബം തകർക്കലും അങ്ങനെയുള്ള ആദർശങ്ങളൊന്നും നമുക്ക് ഒട്ടും ആലോചിക്കാൻ പറ്റാതിരുന്ന ഒരു കാലത്ത് ഇങ്ങനെ വിപ്ലവകരമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ അഗ്നിസാക്ഷി മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് എല്ലാ കാലത്തും പ്രസക്തവുമാണ്. എനിക്ക് തോന്നുന്നു അഗ്നിസാക്ഷി ഇപ്പോഴും ധാരാളമായിട്ട് വിറ്റുപോകുന്ന ഒരു പുസ്തകമാണെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും വായിക്കപ്പെടുന്ന, വളരെ പുതുമയോടെ വായിക്കാൻ സാധിക്കുന്ന ഒരു നോവലാണ് അഗ്നിസാക്ഷി. അതിന് കാരണം അതിലെ കാലവും അതിലെ ആശയവും ഒക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ അത് മുന്നോട്ട് വയ്ക്കുന്ന സ്ത്രീയുടെ സ്വത്വ സംഘർഷങ്ങൾ, സ്ത്രീയുടെ വിമോചന കാംക്ഷ, അങ്ങനത്തെ ചില ആശയങ്ങൾ വളരെ കാലാധിവർത്തിയാണ്, എല്ലാ കാലത്തും പ്രസക്തമാണ്.
സമയമില്ല, നമുക്ക് അധികം പറയാനുണ്ട്, പക്ഷെ അധികം പറയാൻ സമയമില്ല. ഒരു കാര്യം മാത്രം പറയാം. അഗ്നിസാക്ഷിയിൽ ഈ സ്വാതന്ത്ര്യ സമര ഘട്ടത്തിൽ ഒരു കൊടിമരത്തിൽ ദേശീയ പതാക ഉയർത്താൻ പോയ ഒരു ബാലനെ വെടിവെച്ചിടുമ്പോൾ അതിനെ നോക്കി നിൽക്കേണ്ടി വന്നു എന്ന് ലളിതാംബിക അന്തർജനം പറയുന്നുണ്ട്. ഇപ്പോൾ സത്യത്തിൽ ലളിതാംബിക അന്തർജനം ഈ കഥയിലെ എഴുത്തിലും പുറത്തൊക്കെ ഒരു സാക്ഷിയാണ്. അപ്പം അങ്ങനെയുള്ളൊരു സാക്ഷിത്വമാണ് ഒരു നമ്പൂതിരി സമുദായത്തെ അക്കാലത്തും അതിനു മുമ്പുള്ള കാലത്തും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഇൻട്രഡക്ഷന് വേണ്ടിയിട്ട് അടുത്തുള്ള സമയം ഞാൻ വിടുന്നു. നമസ്കാരം. ഈ അഗ്നിസാക്ഷി എന്നുള്ളത് ശ്യാമപ്രസാദ് സിനിമയായിട്ട് എടുത്തപ്പോൾ നോവലിനോട് പൂർണ്ണമായി നീതി പുലർത്തിയെന്ന് സാറിന് തോന്നുന്നുണ്ടോ? എന്താണ് അഭിപ്രായം? ആരോടാ? രാജേന്ദ്രനോടല്ലേ? ശ്യാമപ്രസാദാണ് അഗ്നിസാക്ഷി സിനിമയാക്കിയത്. കഷ്ടിച്ച് 22 വർഷം മുമ്പാണ് സിനിമയായത്. നല്ല സിനിമയായിരുന്നു. സ്റ്റേറ്റിൽ നിന്ന് 8 അവാർഡുകളും കിട്ടി, ബെസ്റ്റ് ആക്ട്രസ് ഉൾപ്പെടെ എന്നാണ് എൻ്റെ ഓർമ്മ. അത് ഏകദേശം 95% നോവലിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. ഞാൻ രണ്ടും കൂടെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. മിക്കവാറും എല്ലാം തന്നെ തുടക്കം തന്നെ കാണിക്കുന്നതും തങ്കം നായർ കാശിയിൽ പോയി ആശ്വസ നിർമ്മാർജ്ജനം ചെയ്യുന്ന ആ ഭാഗം മുതൽ കാണിക്കുന്നതും ഏകദേശം മിക്കവാറും എല്ലാം തന്നെ 95% നോവലിൻ്റെ അതേ ശൈലി പിടിച്ച് അതേ രീതിയിൽ തന്നെയാണ് അവസാനത്തെ ഇതും പോയിട്ടുള്ളത്. ആ കാര്യത്തിൽ യാതൊരു പരാതി ആർക്കും ഉണ്ടായി തോന്നിയില്ല. അമ്മ ജീവിച്ചിരിപ്പില്ല, എന്നാലും ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും അത് നല്ലപോലെ തന്നെ ചെയ്തു, മാറ്റമില്ലാതെ തന്നെ ചെയ്തു എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക്. ഈ സ്ത്രീകളുടെ സ്വാതന്ത്ര്യ ബോധത്തിൻ്റെ സ്വാതന്ത്ര്യ അഭിവാഞ്ചയുടെ ഒരു രേഖാചിത്രണമാണ് ഇതെന്ന് ജിസ ജോസ് ടീച്ചർ പറഞ്ഞു. ഇപ്പോൾ ഇത് എഴുതപ്പെട്ടത് അന്നത്തെ നമ്പൂതിരി സമുദായത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം വെച്ചാണ്. ഈ സിറ്റുവേഷൻഷിപ്പിൻ്റെ ഒരു കാലത്ത്, അല്ലെങ്കിൽ മാരേജ് വളരെ ക്രൈസിസ് നേരിടുന്ന ഒരു കാലത്ത് അഗ്നിസാക്ഷി പോലുള്ള ഒരു കൃതി ഇനി എഴുതാൻ കഴിയുമോ? അത് ജിസ ജോസാണ് എഴുതുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എഴുതുക? അഗ്നിസാക്ഷി പോലൊരു കൃതി ഇനി ആവശ്യമുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അതൊരു വേറൊരു കാലത്തിൻ്റെ സൃഷ്ടിയാണ്. അത് ഇനി അത് എഴുതേണ്ട ആവശ്യമില്ല. ഒരു അഗ്നിസാക്ഷി മതിയല്ലോ നമുക്ക്. അത് തന്നെ കാലാതിവർത്തിയാണ്, എല്ലാ കാലത്തും ചർച്ച ചെയ്യുന്നതുമാണ്. അപ്പോൾ ലളിതാംബിക അന്തർജനം എഴുത്തിനെക്കുറിച്ച്, സ്ത്രീകളുടെ എഴുത്തിനെക്കുറിച്ചും അവരുടെ എഴുത്തിനെക്കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങൾക്ക് പക്ഷേ എല്ലാ കാലത്തും പ്രസക്തിയുണ്ട്. അവർ പറയുന്നത് പുരുഷന്മാർക്ക് വീട് ഒരു താവളമാണ്, വിശ്രമത്തിനുള്ള താവളമാണ്. സ്ത്രീകൾക്ക് പക്ഷേ മുഴുവനും സമർപ്പിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് എഴുത്തും. അതും സമ്പൂർണ്ണ സമർപ്പണം ആവശ്യമുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അവിടെ പൂർണ്ണമായിട്ടും സമർപ്പിച്ചതാണ്. അപ്പോൾ ഒരു സ്ത്രീ രണ്ടിടത്തും സമർപ്പിക്കേണ്ടി വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരിടത്ത് ഏതെങ്കിലും ഒരു മേഖലയിലെ സമർപ്പണം കുറഞ്ഞു പോകും. അപ്പോൾ മക്കളെ പ്രസവിച്ചു, മുലയൂട്ടി, വളർത്തി, വെച്ചു വിളമ്പി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവരെന്നെ പറയുന്നതാണ്, അതൊക്കെ കഴിഞ്ഞപ്പം എനിക്ക് രണ്ടാമത്തെ കാര്യത്തിന് വളരെ ഏകാഗ്രമായിട്ട് ആലോചിച്ചിട്ട് വളരെ അവബോധത്തോടെ ചർച്ച ചെയ്ത് ഒരുപാട് സമയം ചെലവഴിച്ച് ഗൗരവമായിട്ടൊരു സാഹിത്യരചന നടത്താൻ പറ്റിയില്ല. ഈ നുള്ളുനുറുങ്ങുകൾ മാത്രം എഴുതാൻ സാധിച്ച ഒരു സാധാരണ സ്ത്രീയായി പോയി ഞാൻ എന്നവർ വളരെ സങ്കടത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് എല്ലാ കാലത്തും ഏറിയും കുറഞ്ഞും സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രതിസന്ധി ആയിരിക്കും. അപ്പോൾ അഗ്നിസാക്ഷി പോലെ ഒന്നും ഞാനോ അല്ലെങ്കിൽ വേറൊരു സ്ത്രീയോ ഇനി എഴുതാൻ സാധ്യതയില്ല. പക്ഷേ എല്ലാ സ്ത്രീകളും ഇങ്ങനെ ചില സാക്ഷ്യങ്ങൾ എഴുതുന്നുണ്ട്. അവരുടെ എഴുത്തിൽ ഇത്തരം ചില തുറന്നെഴുതലുകളും അല്ലെങ്കിൽ ചില വെല്ലുവിളികളും ഒക്കെ ഉണ്ട്. അവരെന്നെ പറയണത് സ്ത്രീകൾ എഴുത്തിൽ ഒരു റിസർവേഷൻ കാറ്റഗറിയാണ്, തീണ്ടലും തൊടിയിലും അയിത്തവും ഒക്കെ അവർക്കുണ്ടെന്ന് പറയുന്നുണ്ട്. അവരെ പോലെ നമ്മളിപ്പോൾ വിചാരിക്കുന്ന ഒരുപാട് അംഗീകാരം കിട്ടിയ, അവസരങ്ങൾ കിട്ടിയ, ഒരുപാട് ബഹുമാനിക്കപ്പെട്ട ഒരു എഴുത്തുകാരിയാണ് ലളിതാംബിക അന്തർജനം എന്നാണ്. പക്ഷെ അവരുടെ കാലത്ത് അവരെത്രത്തോളം അവഗണനകൾ അനുഭവിച്ചിരുന്നു, എത്രമാത്രം അവർ ചെറുതാക്കലുകൾക്ക് വിധേയമായിരുന്നു എന്നുള്ളത് അവരുടെ ആത്മകഥയ്ക്ക് ഒരു ആമുഖമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ പ്രതിസന്ധികൾ എല്ലാ കാലത്തും സ്ത്രീകൾ നേരിടുന്നുണ്ടാവും. സ്ത്രീകളുടെ സ്വത്വബോധം, അവരുടെ വളർച്ച, അവരുടെ വിമോചന കാംക്ഷ, ഇതൊക്കെ
പ്രതിഫലിക്കുന്ന രചനകളാണ് ഇപ്പോഴും സ്ത്രീകൾ എഴുതുന്നത്. ഒറ്റ കാര്യം രണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് ഞങ്ങൾ അമ്മയോട് ചോദിച്ചായിരുന്നു, ഇതിൻ്റെ രണ്ടാം ഭാഗം ഒന്ന് എഴുതിക്കൂടെ അമ്മയെന്ന് ചോദിച്ചായിരുന്നു. ആദ്യം ഒന്ന് ആലോചിച്ചെങ്കിലും പിന്നെ അമ്മ പറഞ്ഞത് അത് അവിടെ തീർന്നു മോനെ, ആ കഥ അവിടെ തീർന്നു, ഇനി അത് എഴുതാൻ പറ്റില്ല എന്നാണ് അമ്മ പറഞ്ഞത്. ഒറ്റ കാര്യം കൂടി പറയാനുണ്ട് എനിക്ക്. അപ്പോൾ ഇത് നോവലിൻ്റെ നോവലിൻ്റെ ഇതിൽ പറയുന്നുണ്ട്, അവർ നോവലിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് 30 അധ്യായങ്ങളായിട്ട് എഴുതാൻ ഉദ്ദേശിച്ചിരുന്ന നോവലാണ്. ഒരു ബൃഹത്തായ ആയിരുന്നേനെ. 15 അധ്യായങ്ങൾ തങ്കം നായരും 15 അധ്യായം ദേവകി മാനമ്പള്ളിയും പറയുന്നത് പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അവസാനം ദേവകി പറയുന്ന 3 ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നു ഭയങ്കര സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. കുറച്ചും കൂടി വിശാലമായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി വിപുലമായിട്ട് ദേവകി മാനമ്പള്ളിയുടെ സ്വത്ത് സംഘർഷങ്ങളും അവരുടെ ഒരു പ്രയാസങ്ങളും അതൊക്കെ കുറച്ചും കൂടി ഭംഗിയായിട്ട് കുറച്ചും കൂടി വ്യക്തമായിട്ട് ആവിഷ്കരിക്കാമായിരുന്നു. എനിക്ക് തോന്നുന്നു സമയക്കുറവ് തന്നെയായിരിക്കും അവരെ അതിന് പരിമിതപ്പെടുത്തിയത്. അങ്ങനെ ആയിരുന്നെങ്കിൽ അഗ്നിസാക്ഷി കുറച്ചുകൂടി കൂടുതൽ നന്നായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നന്ദി.